വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പർട്ടിക്കുലർ ബുക്കിന്റെ റിവ്യൂ അല്ല കേട്ടോ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ദിവ്യ എന്നാണ്. നമ്മുടെ ചാനലിൽ യൂഷ്വലി ബുക്ക് റിവ്യൂസോ എഴുത്ത് വായന റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെയാണ് ചെയ്യുന്നത്. എനിക്കൊരു ചെറിയ പനി വന്നിട്ട് എൻ്റെ ത്രോട്ടൊക്കെ അടിച്ചു പോയിരിക്കുകയാണ്. യൂഷ്വലി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, കുറച്ച് പയ്യെ സ്ലോ ആയിട്ട് പറയുമെന്ന്. ഇന്നപ്പോൾ എനർജി എല്ലാം പോയിട്ട് ചിലപ്പോൾ പറയുന്നതിന് മാച്ച് ആയിരിക്കും കേട്ടോ, സ്പീഡൊക്കെ വോളിയം കുറച്ച് ഭയങ്കര കുറവാ, പാടാ. എനിവേ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പബ്ലിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആവുന്നു. ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും 1 ഇയർ ആവും. നമ്മുടെ മറന്നുവെച്ച ഹൃദയം ഇറങ്ങിയിട്ടും 1 ഇയർ ആവും. നമ്മൾ 7ാമത്തെ എഡിഷൻ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ പുതുതായിട്ട് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലേക്കോ എഴുത്ത് വായന റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് സെല്ലിങ്, ബുക്ക് ഇൻസ്റ്റഗ്രാമിങ്ങിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നലെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ, ഏത് ബുക്കാണ് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു റീല് നമ്മുടെ സുഹൃത്തുക്കൾ ആരോ തന്നെ ഇട്ടതിൽ മറന്നുവെച്ച ഹൃദയത്തിനെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ റീൽ എനിക്ക് ഒത്തിരി ആൾക്കാർ അയക്കാൻ തുടങ്ങി, അതിൻ്റെ സ്ക്രീൻഷോട്ടും ഒക്കെ അയക്കാൻ തുടങ്ങി. ആൻഡ് അതിൽ കൂടി ഇങ്ങനെ പോയി വന്നപ്പോൾ എനിക്ക് അവസാനം ഓരോന്നിനും റിപ്ലൈ ചെയ്യുന്ന ഒരു പണിയായി. കാരണം ഞാൻ ഓഗസ്റ്റ് 15 വിമന് വേണ്ടിയിട്ട് ഒരു റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ഷെഡ്യൂൾ ചെയ്ത് അതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് എനിക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ മെസ്സേജ് നോക്കണം, കാരണം ഇത് നോക്കിയിട്ട് അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം വരുന്നത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാൻ പാടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമുക്ക് ഇത്ര നാളത്തെയുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ലേണിങ്സും സോഫാർ അങ്ങോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നി. എന്തായാലും ലേണിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എനിവേ, ഈ സോഷ്യൽ മീഡിയ ഹൈപ്പിൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത പുസ്തകങ്ങളിൽ 1 ഓഫ് കോഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടാണ്, 2 മറന്നുവെച്ച ഹൃദയമാണ്, പിന്നെ റാം കെയർ ഓഫ് ആനന്ദി ഉണ്ടായിരുന്നു, പിന്നെ ഈ സ്നേഹം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നത് ഒരിടം തേടിയാണ്. അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ലൈബ്രറിയിലേക്ക് കൊടുത്തു. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പുസ്തകങ്ങൾ. ഖദീജ ഉണ്ടായിരുന്നു, ഖദീജ അവിടെ പോയി, ഖദീജ, ഇതൊക്കെ ഉണ്ടായിരുന്നേ. ഇത് സെഡോറയിൽ പബ്ലിഷായ പുസ്തകമാണ്. അപ്പോൾ പല പബ്ലിക്കേഷൻസിൻ്റെ ഇപ്പം DC, മാൻകൈൻഡ്, നമ്മൾ, പിന്നെ സെഡോറ, ഇതിലൊക്കെ ഇറങ്ങിയ പല പുസ്തകങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഈ പറയുന്ന ഓവർ ഹൈപ്ഡ് പുസ്തകങ്ങളിൽ. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിനകത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, നമ്മളടുത്തു നിന്ന് പലപ്പോഴും ആൾക്കാർ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പൈസ പോലും തരാതെയാണ്, പൈസ തരത്തില്ല, അവർ മറന്നു, അവർ പൈസ ബുക്ക് വാങ്ങാൻ ഓർക്കും, പൈസ വരാൻ മറന്നു. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇതിൻ്റെ നിങ്ങൾ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തി പൈസ വാങ്ങി. എഗെയിൻ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പുസ്തകം വളരെ മോശമായിട്ടാണ് അവർക്ക് തോന്നിയത്, അവർക്ക് കണക്റ്റ് ആയില്ല എന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ആ കോൺവെർസേഷൻ നേരിട്ട് സംസാരിച്ച് വൈൻഡപ്പ് ചെയ്തു. ഇൻ അഡീഷൻ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓരോ ടൈപ്പ് വായനയാണല്ലേ, ഓരോ ടൈപ്പ് പുസ്തകങ്ങളോട് നിറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അതാണ് ഞാൻ താഴോട്ട് നോക്കുന്നത്. ഓരോ ടൈപ്പ്, ഇപ്പം ഒരു ദേശത്തിൻ്റെ കഥ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ എഴുത്തുകാരൻ്റെ പുസ്തകമാണ്, തനിച്ചൽ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് ഇത് ഇഷ്ടമാവണം എന്നില്ല. ഇനി ഒരു ചെറിയ പുസ്തകമുണ്ട്, ജയമോഹൻ്റെ ആന ഡോക്ടർ, എല്ലാവരും വായിച്ചാൽ നല്ലതായിരിക്കും. ഇത് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അനുചിപ്പി ദേവിൻ്റെ അഴിയും ആകാശവും ഇഷ്ടമാവണം എന്നില്ല, ചിലപ്പോൾ ഇഷ്ടമാവാം. അപ്പോൾ പലതരം വായനക്കാരാണ്, നമുക്കിതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥയോ 2-ാം ഊഴമോ മറ്റേ മയ്യഴിപ്പുഴയോ ഒക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പട്ടുനൂൽപ്പുഴ വായിച്ചാൽ ഇഷ്ടമാവും, അല്ലെങ്കിൽ തപ്പോമയുടെ അച്ഛൻ വായിച്ചാൽ ഇഷ്ടമാവും. അവർക്ക് ചിലപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി വർക്കായിട്ടുണ്ടാവില്ല, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വർക്കായിട്ടുണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് ആദ്യമായിട്ട് പുസ്തകം വായിക്കുന്ന, ആദ്യമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി വായിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ ജീവിതകാലം മൊത്തം ഇതേ ടൈപ്പ് പുസ്തകം വായിക്കണമെന്നുമില്ല. അപ്പോൾ എഗെയിൻ ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ആൾക്കാർ വന്ന് നമ്മളെയാണ് ചീത്ത പറഞ്ഞിട്ട് പോകുന്നത്, സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഞാൻ ഇതുവരെ മറന്നുവെച്ച ഹൃദയത്തിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ആഡ് ഷൂട്ടോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, പുറത്തുനിന്നൊരു ആളെ വെച്ചിട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല, അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യാതെ തന്നെ ആളുകൾ വായിച്ചിട്ട് അവർക്ക് കണക്റ്റ് ആയി എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തതാണ് എനിക്ക് ബുക്കിന് ഓർഡർ വരുന്നത്. പിന്നെ അഗെയിൻ ഞാൻ ഈ സ്ട്രഗിൾസ് പറയാനാണെങ്കിൽ, ഇപ്പോൾ DC-യുടെ ഒരു ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ 2 അല്ലെങ്കിൽ 10 പുസ്തകം, 100 പുസ്തകം ഓവർ ഹൈപ്ഡ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാൻകൈൻഡിൻ്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ ഒരു 10 പുസ്തകം ഓവർ ഹൈപ്ഡ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ അത് ഡയറക്റ്റ്ലി അത്ര കണ്ട് ബാധിക്കണമെന്നില്ല. ബാക്കി അത്രയും പുസ്തകങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഓരോ സ്റ്റെപ്സ് വെച്ച് സ്ക്രാച്ച് എന്ന് തുടങ്ങി വരികയാണേ. അപ്പോൾ നമ്മളിപ്പോൾ 10 പുസ്തകമാണ് മൊത്തം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, 11ാമത്തെ പുസ്തകത്തിൻ്റെ വർക്കിലാണ്. ഈ 10 പുസ്തകം പബ്ലിഷ് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരു പബ്ലിഷറെ അവരുടെ 1-2 ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവിടെ ഇവിടെ മെസ്സേജ് ഇടുകയും ഭയങ്കരമായിട്ടൊരു ക്യാമ്പയിനിങ് പോലെ നടക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ ബാധിക്കും. നമുക്കത് ഒത്തിരി കാര്യങ്ങൾ ആൻസറബിൾ ആയിട്ട് വരും. കാരണം നമുക്ക് ആകെ 10 പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ. ആ 10 പ്രോഡക്റ്റിനെ നമ്മൾ നല്ലോണം കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ച് വരുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പഴയ ജോലിയിലുള്ള കാര്യം എപ്പോഴും ആലോചിക്കും.
എഞ്ചിനീയറിംഗിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചില സ്ഥലത്ത് ക്ലിയറൻസ് ഒക്കെ, വീടിൻ്റെ സൈഡിലെ ക്ലിയറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി സാങ്ഷൻ കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ വളരെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള ഭയങ്കര സീനിയർ ആയിട്ടുള്ള റിട്ടയർ ആവാറായിട്ടുള്ള ഓഫീസേഴ്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു, ദിവ്യ ഇറ്റ്സ് ഓക്കെ, അതൊരു 3 സെൻറ്റിമീറ്റർ അല്ലേ, 5 സെൻറ്റിമീറ്റർ അല്ലേ, നമ്മൾ ഇവിടെയല്ല ഈ നിയമം അല്ലെങ്കിൽ ഈ സ്ട്രിക്ട്നെസ് കാണിക്കേണ്ടത്, ഇത് വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് അത്രയും സ്ഥലത്തേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യുക. അത് നമ്മൾ നിയമം വളച്ചൊടിക്കുകയോ കോംപ്രമൈസ് ചെയ്യുകയോ ഒന്നുമല്ല, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരെ കുറച്ചും കൂടി അവർക്കൊരു വീട് വെക്കാൻ അവരെ അനുവദിക്കുക, അവരെ വളരാൻ അനുവദിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറലായിട്ട് പറയാം. എനിക്ക് അതുപോലെ തോന്നിയത്. കഴിഞ്ഞ ദിവസം അതുപോലെ മൃണാളിൻ്റെ ഒരു പഴയ വീഡിയോ, ഫുഡ് ഹംഗ്രി മൃണാളില്ലേ, ഈ അടുത്ത് കുറച്ച് വൈറലായി. അപ്പോൾ പുള്ളി പണ്ട് ഇതുപോലെ ട്രിവാൻഡ്രത്തെ അജുവ എന്ന് പറഞ്ഞൊരു വലിയ ബിരിയാണി ഷോപ്പിനെയും വളരെ ബേസിക്കായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഷോപ്പിനെയും വെച്ച് കമ്പയർ ചെയ്തൊരു വീഡിയോ. പണ്ട് ഞാനത് കണ്ടപ്പോഴേ വിചാരിച്ചിരുന്നത് കമ്പയറബിൾ ആണോ, കാരണം ഒന്നൊരു ചെറിയ ഷോപ്പാണ്, ഒന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ള ഷോപ്പാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയറബിൾ ആണോ ഞാൻ വിചാരിച്ചിരുന്നു. അതുപോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് ഒരു ഓൾറെഡി വളർന്ന് 10-50-100 വർഷത്തെയൊക്കെ പാരമ്പര്യമുള്ള ഒരു പബ്ലിഷറുമായിട്ടാണ് അവരുടെ ഒരു പ്രോഡക്റ്റിനെ എന്താ പറയുക, കുറ്റം പറയാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജിയും സമയവും ഒക്കെ എടുത്തിട്ട് നമ്മളെ വല്ലാണ്ട് ക്രൂശിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പബ്ലിഷിങ്ങിലേക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, കേരളത്തിലാണ് മലയാളത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം തീരെ സപ്പോർട്ടീവ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ DCOളം മാതൃഭൂമിയോളം വളരാത്ത ബാക്കി പബ്ലിഷേഴ്സ് ഒക്കെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നവർ തന്നെയാണ്. അത് കുറച്ചും കൂടി എവിഡൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇവിടെയുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ സാഹിത്യം അല്ലെങ്കിൽ എഴുത്തിനെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ പ്രോഡക്ട്സിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരിക്കലും DCയുടെ സ്റ്റോറിൽ മാതൃഭൂമിയുടെ ബുക്ക് വെക്കില്ല, മാതൃഭൂമിയുടെ സ്റ്റോറിൽ തിരിച്ചു. അതുപോലെ തന്നെയാണ് എല്ലാം. പിന്നെയുള്ളത് ഇന്റർമീഡിയറ്റ് കുറച്ച് താഴോട്ട് വരുന്ന പബ്ലിക്കേഷൻസ്, അവരുടെ പുസ്തകങ്ങൾ ഈ വലിയ ഫെസ്റ്റുകളൊക്കെ നടത്തുന്നത് എപ്പോഴും വലിയ പബ്ലിക്കേഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ഫെസ്റ്റിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ വെക്കാനുള്ള പെർമിഷൻ ഒരു പർട്ടിക്കുലർ നല്ലോണം പെർസെൻറ്റേജിലൊക്കെ പൈസ കുറച്ചായിരിക്കും ഈ പുസ്തകം കൊടുത്തിട്ടായിരിക്കും അവിടെയൊക്കെ വെക്കുക, KLFനോ കായ്ക്കോ ഒക്കെ വെക്കുക. നമ്മളും അതെ, നമുക്ക് അങ്ങനെ വെക്കാനുള്ള പെർമിഷനൊന്നും എവിടെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ നമുക്കുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അത് അവരൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആയതുകൊണ്ട്, അതൊന്നും ഒരു കുത്തകയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെയോ ഒന്നും പാർട്ടല്ലാത്ത പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആയതുകൊണ്ട് ഇവർ ബൾക്കായിട്ട് നമ്മുടെ അടുത്തുനിന്ന് പുസ്തകം എടുത്തിട്ട് ഈ പറയുന്ന ഫെസ്റ്റിലേക്കൊക്കെ വെക്കും. അപ്പോൾ അവരാണ് നമ്മുടെ ആകെയുള്ള സപ്പോർട്ട് സിസ്റ്റം. അല്ലാതെ ഈ പറയുന്ന ബുക്ക് ഷോപ്പുകളോ അല്ലെങ്കിൽ പറയുന്ന ബുക്ക് റീൽ ചെയ്യുന്നവരെ ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല പറഞ്ഞാൽ, സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ബുക്ക് ഷോപ്പുകളിൽ പുസ്തകം കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ബുക്ക് ഷോപ്സ് ക്രെഡിറ്റിലാണ്. എന്താണ് പറയുക, പൈസ തരാതെ പുസ്തകം വാങ്ങാനാണ് അവർക്ക് ഓക്കെ. അത് വിറ്റ് കഴിയുമ്പോൾ പൈസ തരാമെന്ന് പറയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് വിറ്റ് കഴിഞ്ഞിട്ട് പൈസ കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ പൈസ മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, അത് ഭയങ്കര പാടാണ്, വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ നമ്മുടെ പോളിസീസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കടത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ പുസ്തകം വയ്ക്കുന്നതിന് ലിമിറ്റേഷൻസ് വരും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തല്ലാത്ത സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊല്ലത്തെ മേജർ ആയിട്ടുള്ള ബുക്ക് ഔട്ട്ലെറ്റുകളെല്ലാം DCO മാതൃഭൂമിയോ ഒക്കെ ആയിരിക്കും. അവിടെ നമുക്ക് ബുക്ക് വെക്കാൻ പറ്റില്ലല്ലോ, അവരുടെ പുസ്തകങ്ങളല്ലേ അവിടെ വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബുക്ക് സെല്ലിംഗ് കടകൾ വേണം. അപ്പോൾ നമ്മളൊരു കട തുടങ്ങാനുള്ള ക്യാപിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ നിങ്ങളൊരു പബ്ലിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറുകൾ നിങ്ങൾക്ക് കേരളത്തിലൊരു 3-4 സ്ഥലത്തുണ്ടെങ്കിൽ ഫൈൻ. പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ആലോചിച്ചോളാം. എഗെയിൻ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി പറഞ്ഞ് വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ടേ. അപ്പോൾ സിസ്റ്റം സപ്പോർട്ടീവ് അല്ല എന്നുള്ളത് മനസ്സിൽ വെക്കുക. സോ അങ്ങനത്തെ ഒരു ലിമിറ്റഡ് സപ്പോർട്ട് സിസ്റ്റത്തിനകത്തു നിന്നാണ് ഈ പറയുന്ന നമ്മുടെ ഒരു പുതുതായി വരുന്ന ഒരു പബ്ലിഷർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളത്, നമ്മളിപ്പോൾ റീൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ലി അതിന് സെയിൽസ് വരാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വെച്ച് റീൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് വരും ദാറ്റ് ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനിത് സെല്ല് ചെയ്യുന്ന ആളല്ലെങ്കിൽ ഞാൻ ഈ സെയിൽ എനിക്ക് വരില്ല, ഇത് വേറെ ആർക്കെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിടണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ വേറെ ഏതെങ്കിലും ഒരു ചാനൽ കണ്ടുപിടിച്ച് അതൊന്ന് വാങ്ങിച്ചോളും. അപ്പം അഗെയിൻ പ്രശ്നം എന്താ പറയുന്നത് വെച്ചാൽ, എനിക്കിപ്പോൾ ഓൺലൈൻ ബുക്ക് സെല്ലിംഗ് ഇല്ല. എൻ്റെ ബുക്ക് മാത്രം അല്ലെങ്കിൽ പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് മാത്രമേ ഉള്ളൂ ഓൺലൈൻ ബുക്ക് സെല്ലിങ്. DCയുടെയോ മാൻഗൈൻ്റെയോ മറ്റ് പുസ്തകങ്ങൾ ഞാൻ ഓൺലൈൻ ബുക്ക് സെല്ലിംഗ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന മറ്റ് പബ്ലിക്കേഷൻസുമായിട്ടൊന്നും ഒരു മ്യൂച്വൽ കൊളാബോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് കൊളാബോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ വായിച്ചു കഴിഞ്ഞു റീൽ ചെയ്യുന്നു, ഞാനിപ്പോൾ വായിച്ചു കഴിഞ്ഞു റീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ കാരണമായിട്ടുണ്ടാവുന്ന സെയിൽസ് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അഗെയിൻ മോണിറ്ററി ബെനിഫിറ്റ്സും ഉണ്ടാവില്ല, നല്ല
സോഷ്യൽ കോണ്ടാക്ട്സും ഉണ്ടാവില്ല. അഗെയിൻ ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ പറയുന്ന നമ്മളൊരു പബ്ലിഷർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു എന്താ പറയുക മാച്ച് കോമ്പീറ്റർ ആയതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളെ അവരെപ്പോഴും കാണുക. നമ്മളൊരു ഈ പറയുന്ന പബ്ലിക്കേഷൻസിൻ്റെ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ പോലും ഒരു ബുക്ക് ഇൻഫ്ലുവൻസറിന് കിട്ടുന്ന യാതൊരു റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റം ഒന്നും നമുക്ക് കിട്ടില്ല. ജസ്റ്റ് ബിക്കോസ് ഞാൻ പലപ്പോഴായി പേഴ്സണലി ഫേസ് ചെയ്ത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഞാൻ എൻ്റെ പബ്ലിക്കേഷൻ്റെ ഫേസ് ആണെന്നും നമ്മൾ വളർന്നു വരുന്നൊരു പബ്ലിക്കേഷൻ ആണെന്നും നമ്മളെ അങ്ങനെ കാണുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ളവർ നമ്മളെ അങ്ങനെ കണ്ടു കഴിഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഓപ്പർച്യൂണിറ്റീസ് ആരും തരത്തില്ലെന്നും നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നും. അപ്പോൾ ആ സ്ട്രഗിൾ ഭയങ്കര വലുതുമാണ്. അത് കുറച്ച് കൂടുതലാണ്. നമ്മൾ ഒത്തിരി പണിയെടുത്താലേ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് നീങ്ങി കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ പുസ്തകം തന്നെ മറന്നു വെച്ച ഹൃദയം ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ റീൽ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനാണ് ഇതിൻ്റെ റീൽ ചെയ്യുകയും ഇതിനെക്കുറിച്ച് നമ്മുടെ വായനക്കാർ എഴുതുന്ന റിവ്യൂ കുറിപ്പുകൾ ഇടുന്നതും ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ ഇത് പുസ്തകം ഫ്രീ ആയിട്ട് വാങ്ങിക്കൊണ്ട് പോയവരുണ്ട്, റിവ്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോയവരുണ്ട്, അല്ലാതെ പൈസ വന്ന് വാങ്ങിയവരൊക്കെ ഉണ്ട്. പലതരം കാറ്റഗറി ഉണ്ട്. ആരും വായിച്ചിട്ട് പോലും ചിലപ്പോൾ അഭിപ്രായം പറയില്ല. അത് എന്താ പറയുക, പുസ്തകം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നോ ഇഷ്ടപ്പെട്ടിട്ടാണെന്നോ ഒന്നും പറയില്ല. ക്രിറ്റിസിസം പറയില്ല, പോസിറ്റീവും പറയില്ല, ചിലപ്പോൾ നെഗറ്റീവും പറയില്ല. അപ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടില്ല. ഫീഡ്ബാക്ക് കിട്ടാൻ വലിയ പാടാണ്. ഫീഡ്ബാക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത് വായനക്കാരുടെ അടുത്തുനിന്ന്. നമുക്ക് പരിചയമുള്ളൊരു സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ബുക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒന്നും ഇത് കിട്ടത്തില്ല. അവരെപ്പോഴും ചൂസ് ചെയ്യുന്നത് ക്ലാസിക്സ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ദേശത്തിൻ്റെ കഥ ഇരിക്കുന്നു, ഒരുപാട് ബെസ്റ്റ് സെല്ലിങ്ങിലേക്ക് കയറിയ റാം കെയർ ഓഫ് ആനന്ദി, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പോലെയുള്ള ബുക്കുകൾ, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക റീസെൻ്റ്ലി ഇപ്പം പട്ടുനൂൽ പുഴു, അങ്ങനത്തെ പുസ്തകങ്ങളുണ്ടല്ലോ കുറച്ചും കൂടെ ആഴത്തിലുള്ള വായന ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് പുസ്തകങ്ങൾ മാത്രമാണ് മിക്കവാറും ബുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ചൂസ് ചെയ്ത് റീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മുടെ പുസ്തകത്തിൻ്റെ ഒരു റീലായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാലും ആൾക്കാർ ചെയ്യത്തില്ല. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ചോദിച്ച ആളുകളൊന്നും ഇതുവരെ എനിക്കത് ചെയ്തു തന്നിട്ടില്ല. ഒന്നും പെയ്ഡല്ലായിരുന്നു, സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെയ്തില്ല, ഓക്കെ, അപ്പോൾ ഞാനത് വിട്ടു. പക്ഷെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ആൾക്കാരോട് റീൽ ചെയ്യാമെന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്ത് മിക്കവാറും ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ഇനി കുറച്ചും കൂടെ പെൻഡിങ് ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ ഞാൻ കമ്മിറ്റ് ചെയ്തതൊക്കെ തീർത്തു എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, പൊതുവെ അങ്ങനെയല്ല ആളുകൾ അതിനെ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പുസ്തകം വായിച്ചിട്ട് ഒരഭിപ്രായം നമ്മളോട് പറയണമെന്നില്ല. അവർ റീലും ചെയ്തില്ല, റിവ്യൂവും ചെയ്യത്തില്ല, നമ്മളോടും പറയത്തില്ല. പക്ഷെ അതേ സമയത്ത് നമ്മളുടെ പുസ്തകത്തിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള വേറൊരു സുഹൃത്തിൻ്റെ പുസ്തകമാണെങ്കിൽ അതിനെക്കുറിച്ച് അവർ ഒരു മോശവും പറയത്തില്ല. ഇൻസ്റ്റഡ് നമ്മുടെ പുസ്തകം വായിക്കാൻ കൊള്ളാത്തതാണെന്ന് ചിലപ്പോൾ പറഞ്ഞും കളയും. അങ്ങനെ ഹെയ്റ്റൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വന്നിട്ട് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ച് അവരോട് ഇടപെടുകയും പിന്നീട് ഇവർ നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് നമ്മളെക്കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓഹോ ഇങ്ങനെയായിരുന്നല്ലേ. ഈ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടൊക്കെ ഈ എന്താ പറയുക പ്രൈവസി ട്രാൻസ്പെറൻസി പോയല്ലോ. ആൾക്കാർ എവിടെ കമൻറ്റ് ചെയ്താലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പുറത്ത് വരും, നമ്മളിത് കാണും, അറിയും. അപ്പോൾ സോ ദാറ്റ് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണല്ലോ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ, നിങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന ആളാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ തന്നെ പണിയെടുക്കണം, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയോ വിചാരിക്കുകയോ ചെയ്യരുത്. കിട്ടിയാൽ നല്ലതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അല്ലാതൊന്നും ആരും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. ആരും അത് കെയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ പുസ്തകം കൂടുതൽ വായിക്കപ്പെടണമെന്നോ നിങ്ങളൊരു വളർന്നു വരുന്ന എഴുത്തുകാരനാവണമെന്നോ ആരും കെയർ ചെയ്യുന്നില്ല. അത് നിങ്ങൾ തന്നെ റെസ്പോൺസിബിളായിട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പിന്നെ എന്ത് മോശം പുസ്തകം കണ്ടാലും ഞാനത് എന്താ പറയുക പ്രതികരിക്കും എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതായത് സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ട് പുസ്തകം വാങ്ങിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി എന്ത് മോശം പുസ്തകം കണ്ടാലും ഞാൻ പറയും എന്ന് പറയും. പക്ഷെ ഇവരൊന്നും ഇവരുടെ സുഹൃത്തുക്കളുടെ പുസ്തകത്തെക്കുറിച്ച് മോശം പറയില്ല. അപ്പം നമ്മളൊരു കോമൺ പോളിസിയിലാണെങ്കിൽ നമ്മളെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലേ? ഞാൻ എല്ലാ പുസ്തകത്തിനെയും കുറിച്ച് ക്രിട്ടിക്സ് പറയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പുസ്തകം എടുത്തിട്ട് പറയണം ഇതിനെക്കുറിച്ച് എനിക്ക് മോശമൊന്നും പറയാനില്ല, അങ്ങനെയല്ല. ആ പുസ്തകത്തിനെ കുറിച്ച് മാത്രം ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞിട്ട്, അത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ പുസ്തകം ആയതുകൊണ്ട് അത് ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ബാക്കി ഏകദേശം അതേ കാറ്റഗറിയിൽ വരുന്ന പുതിയ എഴുത്തുകാരുടെ പുസ്തകത്തിനെയൊക്കെ മോശമാണെന്ന് പറയുന്ന അങ്ങനെയും ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു കലക്കൽ സാധനമാണ്. അപ്പം നമുക്കങ്ങനെ ആരെയും ട്രസ്റ്റ് ചെയ്തൊന്നും ഇതിനകത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു ബൗണ്ടറി വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ആൾക്കാരുമായിട്ടൊരു ഹൈ ബൈ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മൾ ഇന്നൊരു പുസ്തകമായിട്ട് വരുന്നു, ഒരാൾക്ക് കൊടുക്കുന്നു, അവർ റീൽ ചെയ്ത് തരും, അങ്ങനെയൊന്നും നടക്കുകയില്ല. നടക്കുന്ന വിചാരിക്കുകയേ വേണ്ട. നിങ്ങൾ ഈ ഫീൽഡിൽ പുതിയതായിട്ടൊക്കെ വരുന്ന ആളാണെങ്കിൽ, അതിപ്പോൾ നിങ്ങളൊരു ബുക്ക് ഇൻഫ്ലുവൻസർ ആണെങ്കിലും, നിങ്ങളൊരു ബുക്ക് സെല്ല് ചെയ്യുന്ന ആളാണെങ്കിലും, ഒരു ന്യൂ പബ്ലിഷർ ആണെങ്കിലും, ക്രിറ്റിസിസംസ് ഭയങ്കരമായിട്ടുണ്ടാവും. അത് എല്ലാവരും പറയും ക്രിറ്റിസിസംസ് നമുക്ക് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ, നല്ലതല്ലേ എന്നൊക്കെ. ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, ക്രിറ്റിസിസവും ഈ ഡീഫെയിമിങ് അല്ലെങ്കിൽ ഡീഗ്രേഡിങ് തമ്മിലൊരു ചെറിയ തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ.
അപ്പോൾ ഒരുപാട് ഡീഗ്രേഡിങ് വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെയൊക്കെ ബാധിക്കും. അപ്പോൾ നിങ്ങളത് നന്നായി മനസ്സിൽ വയ്ക്കുക. സോ ദാറ്റ് ഈ സോഷ്യൽ കോൺടാക്ട്സ് ഒക്കെ ചില സമയത്ത് വേണ്ടാത്ത രീതിയിലൊക്കെ വർക്കായിട്ട്, അതായത് എന്തായാലും പറയുക, നമ്മളോട് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളുടെ ബിസിനസ് വളരുന്ന കാണുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരത് മോശമാണെന്ന് നാല് പേരോട് റെക്കമെൻഡ് ചെയ്യാതിരിക്കാം, 4 പേരോട് മോശമായി പറയാം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ മറ്റേ വേർഡ് ഓഫ് മൗത്ത് ഭയങ്കരമായിട്ട് വർക്കാവും. കാരണം ഒരു ചെറിയ എന്താ പറയുക സർക്കിളിലാണ് പലപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നതും അതിങ്ങനെ പോയിട്ട് വേറൊരു സംഗതിയായിട്ട് വരുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ വായന എഴുത്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ചു. ഇവിടെ ഇതൊക്കെ തന്നെ ഉണ്ട്, എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഉണ്ട്. പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സങ്കല്പമാണ്, ഒരു ധാരണയാണ്, നമ്മൾ സ്വന്തമായി സെൽഫ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ പബ്ലിക്കേഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന LLP ആയിട്ടൊക്കെ ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ മോശം പബ്ലിഷേഴ്സ് ആണ് എന്നുള്ളൊരു വിചാരം ഒത്തിരി വായനക്കാർക്കും ഉണ്ട്, ഒത്തിരി ആൾക്കാർക്കും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഇംഗ്ലീഷ് റീഡിങ് കമ്മ്യൂണിറ്റി കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം അവിടെയൊക്കെ സെൽഫ് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ പിന്നീട് ഭാവിയിൽ സിനിമയൊക്കെ ആയിട്ടുണ്ട്. മറ്റേ മാർഷ്യൻ 50 Shades of Grey ഒക്കെ സെൽഫ് പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ സെൽഫ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത വയൽ ആൾക്കാർ പറയുക അപ്പോൾ അത് കൊള്ളത്തില്ലായിരിക്കും, അത് പന്നലായിരിക്കും, മോശമായിരിക്കും എന്നൊക്കെ പറയും. അഗെയിൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒത്തിരി വർക്ക് ചെയ്തിട്ടാണ് ഒരു പുസ്തകം അതിൻ്റെ ഫൈനൽ ഫോമിലേക്ക് വരിക. അത് എഴുത്തുകാരനും അതെ, പബ്ലിഷിങ്ങിനകത്തുള്ള ഒരു ടീമും അതെ, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടീം വർക്കാണ്. അപ്പോൾ അതിൻ്റെ അവസാനം നിങ്ങൾ എവിടെ പബ്ലിഷ് ചെയ്തു എന്നതിനേക്കാളും ഇത് ഇവിടെ പബ്ലിഷ് ചെയ്തത് കൊണ്ട് കൊള്ളത്തില്ലായിരിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആലോചിച്ച് നോക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ ഒത്തിരി ക്രിറ്റിസിസംസ് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ പുസ്തകം ചില ആൾക്കാർ വായിച്ചിട്ട് ഇങ്ങനെ നല്ലതാണല്ലോ, ഭയങ്കര നല്ലതാണല്ലോ, എന്നാൽ പിന്നെ ഇവിടെ കൊടുക്കായിരുന്നില്ലെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കണം, അതാണോ അതിൻ്റെ ക്രൈറ്റീരിയ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ലതാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കണം. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ലേ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ലേ? അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു കുത്തക സാധനമാണ്. അതായത് നമുക്ക് സ്വന്തമായി പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പുസ്തകം വിറ്റെടുക്കാനോ ഉള്ള സ്പേസ്, ഹെൽത്തി ഗ്രൗണ്ട് ഇവിടെ ഇല്ല. ആമസോണോ ഫ്ലിപ്കാർട്ടും കൂടി ഇല്ലായിരുന്നെങ്കിൽ വലിയ പാടായി പോയനെ. എനിക്കിപ്പം അഖിൽ പി ധർമ്മജനോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നതാണ്. ആ പുള്ളി ട്രെയിനിൽ ബുക്ക് നടന്ന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് ആ സിറ്റുവേഷൻ അന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഷോപ്പിലും വയ്ക്കാൻ സമ്മതിക്കില്ല, വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇപ്പോഴല്ലേ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് സെല്ലിംഗ് ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയത്. അപ്പോൾ നടന്ന് വെക്കുകയാണ്, വേറെ വഴിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഈ പറയുന്ന പുതിയ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പുതിയ സെല്ലേഴ്സിന് വരുന്നതെന്ന് ആലോചിക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബുക്ക് സെല്ല് ചെയ്യുന്നവരുടെ ഒരു അഡ്വാൻറ്റേജ്, അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ബെസ്റ്റ് സെല്ലിങ്ങിലേക്ക് പോപ്പുലാരിറ്റിയിലേക്ക് വരുന്ന ബുക്കുകൾ അവർക്ക് പെട്ടെന്ന് ഓർഡേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ ബൾക്ക് എടുത്തിട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാം ബുക്ക് സെല്ലിങ്ങിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുക്കിൻ്റെ റീൽ ചെയ്യേണ്ടിയൊന്നും വരില്ല, നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ല, ബുക്ക് പാക്ക് ചെയ്യുന്ന വീഡിയോ വല്ലതും ചെയ്താൽ മതിയാവും. അതർവൈസ് ബാക്കി സെയില് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് പിച്ച് ചെയ്ത് വന്നോളും. നിങ്ങളാണ് കുറച്ചും കൂടി ഈ പറയുന്ന മാതിരി ബൾക്കായിട്ട് പബ്ലിക്കേഷൻസിൻ്റെ അടുത്തുനിന്ന് പുസ്തകം എടുത്ത് ചിലപ്പോൾ നിങ്ങൾ വിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. സ്റ്റിൽ അഗെയിൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് ഇൻസ്റ്റഗ്രാം ബുക്ക് സെല്ലേഴ്സിനകത്തുനിന്ന് പോലും വളരെ കുറച്ച് പേരാണ് ഈ പറയുന്ന മാതിരി കൃത്യമായ പൈസയൊക്കെ തന്ന് നമ്മുടെ മേടിക്കുന്നത്. ബാക്കി ഈ പറയുന്ന കോൺടാക്റ്റുകളൊക്കെ എല്ലാം ഒന്നും അത്ര ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. വളരെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബിസിനസ്സുള്ള, അവരൊക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു, പൈസ തരുന്നു. എന്നൊക്കെ പൈസ തരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നിങ്ങൾക്ക് തോന്നരുത്. കാരണം എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ MRP 420 രൂപയാണ്. ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് 380 രൂപയ്ക്കാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ ഒരു 5 ബുക്ക് മാറിയാൽ തന്നെ ഒരു 2000 രൂപയുടെ സാധനം എൻ്റെ നിന്ന് മാറി. അപ്പം ഒരു ദിവസം ഇങ്ങനത്തെ 5 ബുക്ക് വെച്ചിട്ട് ഒരു ആഴ്ചയിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയും ബിസിനസ്സിൻ്റെ പൈസ നമുക്ക് ഹോൾഡ് ആയി കഴിഞ്ഞാൽ കിട്ടാതിരുന്നാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ്. അപ്പം ക്രെഡിറ്റിൽ പരമാവധി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ബുക്ക് സെല്ലേഴ്സോ പബ്ലിഷേഴ്സോ ഒക്കെ ആണെങ്കിൽ നല്ലോണം നോക്കി കണ്ടൊക്കെ ചെയ്യുക. കാരണം പൈസ മേടിച്ചെടുക്കാൻ വലിയ പാടാണ്. ആൾക്കാർ ചിലപ്പോൾ ഫോൺ എടുക്കാതെയൊക്കെ ആവും. പല സ്ഥലത്തല്ലേ നമുക്ക് നേരിട്ട് പോയിട്ട്, പല ജില്ലകളിലൊക്കെ ആയിരിക്കും, നേരിട്ട് പോയിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അഗെയിൻ പിന്നെ ഈ പബ്ലിഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മോശമാവുന്നത്, അത് ഞാൻ എപ്പോഴും ആലോചിക്കും. നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി മോശമാവുന്നത്? ഇപ്പോൾ ഇവിടെ ഒരുമാതിരി പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ബുക്ക് ഇരിപ്പുണ്ട്. DC-യുടെ സെഡോറയിൽ നിന്ന് വന്ന ബുക്കാണ്. സെഡോറയുടെ പേപ്പർ ക്വാളിറ്റി DC-യുടെ തന്നെ സെയിം പേപ്പർ ക്വാളിറ്റിയാണ്. അവരൊരു റീസൈക്കിൾഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു യെല്ലോ, കുറച്ച് എന്തായാലും പറയുക, റീസൈക്കിൾ ഫോമിലുള്ളൊരു പേപ്പറാണ്. അത് നിങ്ങൾക്ക് വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ കവറും ഒക്കെ DC-യുടെ സെയിം എന്താ പറയുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്ഗ്രേഡ് ആയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബുക്ക് ഇതാണ്, സെൽഫ് പബ്ലിഷ് ചെയ്തതാണ്. അതേ ബുക്കിൻ്റെ അടുത്ത എഡിഷൻ ഇതാണ്. അപ്പം ഈ ബുക്കിൻ്റെ തിക്നെസ് ഒക്കെ നിങ്ങൾ കണ്ടോ? കവറിൻ്റെ ഒക്കെ തിക്നെസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചാതെ വലിയ ഞാനതിൻ്റെ പ്രശ്നമുള്ളതായിട്ട് തന്നെ പറയും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് കമ്പനി ഒന്നുമില്ല. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത്? കവിതാ പുസ്തകമാണ്.
അതേ ബുക്കിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്, അടുത്ത എഡിഷനാണിത്. കവറിൻ്റെ തിക്നെസ് കൂടിയിട്ടുണ്ട്, പേപ്പറിൻ്റെ കളറ്, തിക്നെസ്, ക്വാളിറ്റി മാറിയിട്ടുണ്ട്, കണ്ടന്റ് മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇങ്ങനെയാണ് ലേൺ ചെയ്യുക, നമ്മൾ ഇങ്ങനെയാണ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിലേക്ക് വരിക. ഒരു ബുക്കിൻ്റെ സൈസിൽ വരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ബുക്ക് ഫോമിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പഠിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചത് ഇനി ഏറ്റവും ഇളയ കുട്ടി എന്നൊരു ബുക്ക് ചെയ്തതിൻ്റെ കവറ് ഡിജിറ്റലി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു കവറ്. പക്ഷേ പ്രിന്റിൽ വന്നപ്പോഴത്തേക്കും എല്ലാം ഡാർക്കർ കളേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഉതിപ്പ് അതിന് കിട്ടിയില്ല. അങ്ങനെയാണ് കുറച്ചും കൂടെ ഉള്ളിലെ തീം റിവീൽ ചെയ്തുകൊണ്ടുള്ള ഈ കവർ. രണ്ടും ഒരേ ബുക്കാണ് കേട്ടോ, പഴയ എഡിഷൻ പുതിയ എഡിഷൻ. അപ്പോൾ ഈ കവർ കണ്ടോ, ഇത് രണ്ടും ഇരിക്കുന്ന കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം എടുക്കാൻ തോന്നാം. അങ്ങനെയാണ്. ഇതിനും കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ പറയാണ്. അപ്പോൾ കവർ നമ്മൾ ഇങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്തത്. അതും പിന്നെ നമ്മൾ ഓഫ്സെറ്റിലൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും കവറിൻ്റെ ക്വാളിറ്റി മാറി. അത് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഈ പറയുന്ന ലേഔട്ട് കറക്ഷൻ ഇല്ലേ, പ്രൂഫ് റീഡിങ് ലേഔട്ടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മറന്നു വെച്ച ഹൃദയത്തിൻ്റെ ആദ്യത്തെ എഡിഷനാണ്, ഫസ്റ്റ് എഡിഷനാണ്, ആദ്യമായിട്ട് ചെയ്ത പുസ്തകം. അപ്പോൾ ഇതിനകത്തിൽ ലെറ്റേഴ്സ് നോക്കിയാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ലേഔട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ആദ്യം കുറച്ച് കോപ്പീസ് അടിച്ചിട്ട് പിന്നെ കറക്ഷനൊക്കെ ചെയ്ത് പിന്നെ 7ാമത്തെ എഡിഷനാണ് ഇത്. 7ാമത്തെ എഡിഷൻ്റെ ഉള്ള പെയിനൊക്കെ വെച്ചിട്ട് 7ാമത്തെ എഡിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലേഔട്ട്, ആ സ്പേസിങ് മാറി. സെയിം പുസ്തകമാണ്, സെയിം പുസ്തകത്തിൻ്റെ ഫസ്റ്റ് എഡിഷനും 7th എഡിഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്വാളിറ്റി മാറിയത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം സാധാരണ ഒരു മെയിൻ പബ്ലിഷറുമായി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പേപ്പറിൻ്റെ കാര്യത്തിൽ, ക്വാളിറ്റി കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. കുറച്ചുകൂടെ നല്ല പേപ്പർ ക്വാളിറ്റി ആണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ പേപ്പറിന് എപ്പോഴും ഭയങ്കര അപ്രീസിയേഷൻ കിട്ടാറുണ്ട്, നല്ല ക്വാളിറ്റി പേപ്പറാണെന്ന് പറഞ്ഞിട്ട്. യെല്ലോ പേപ്പറാണ്. അപ്പോൾ അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അതിനകത്ത് എന്തുവാ ലാഭം കൂടുതൽ വരാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പഠിച്ചു വരുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. എന്നാലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ്, ഈ മെറ്റീരിയൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അഗെയിൻ പുസ്തകത്തിനകത്തുള്ള ഉള്ളടക്കത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നമ്മളടുത്തേക്ക് വരുന്നതൊക്കെ പുതിയ ഓതേഴ്സ് ആയിരിക്കും. പുതിയ ഓതേഴ്സിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും ആഴത്തിലുള്ള വായന തരാൻ വേണ്ടി എഴുതാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. അത് നമ്മൾ വളരെ സത്യസന്ധമായി വളരെ കൈൻഡായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ എഴുതുന്ന ആൾക്കാരുണ്ട്. വളരെ ബ്ലാങ്ക് ആയിട്ട് അവർ പറയും, ആരാണേലും ഞങ്ങൾ അവരെ വിമർശിക്കും എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം ഒരു പുതിയ റൈറ്റർ എടുക്കുന്ന സ്ട്രഗിൾ ഭയങ്കര വലുതാണ്. പ്രത്യേകിച്ച് തീരെ കൈൻഡല്ലാത്തൊരു സൊസൈറ്റിയിൽ എടുത്തു പറയുകയാണ്. ക്രിറ്റിസിസം വേണ്ടെന്നല്ല പറഞ്ഞത്, ആൾക്കാർ കൈൻഡ് അല്ല. ക്രിറ്റിസിസം വന്നിട്ട് ഡീഗ്രേഡിങ് ആയിട്ടും എന്താ പറയുക, ഡീഫെയിമിങ് ആയിട്ടൊക്കെ മാറും. ആൾക്കാരെയൊക്കെ ചീത്ത പറയുന്ന രീതിയിൽ മാറും. ഇപ്പോൾ അഖിൽ പി ധർമ്മജനൊക്കെ എന്തോരം ചീത്ത കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ പുള്ളി അത് ഡിമാൻഡ് ചെയ്തിട്ട് കിട്ടിയൊന്നുമല്ലല്ലോ. അഗെയിൻ അപ്പോൾ അതാ പറയുന്നത്, ആ പുസ്തകത്തിനൊക്കെ ഒരു ക്രൗഡുണ്ട്. ആ ക്രൗഡ് വായിച്ചാണ് ആ പുസ്തകത്തിനൊരു സ്പേസ് കിട്ടിയത്. അല്ലാതെ ഇവരതിനകത്ത് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇവർക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. വായനക്കാരത് കൊണ്ടുപോയി ആ പുസ്തകം. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടാണെങ്കിലും അതെ. അപ്പോൾ ഈ 2 പുസ്തകങ്ങളുടെ ഈ ഓവർ ഹൈപ്ഡ് ബുക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമൊക്കെ വന്ന് കയറാം. എനിക്കും അങ്ങനത്തെ കുറേ ടാഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മറന്നു വെച്ച ഹൃദയം ഒരു ഓവർ ഹൈപ്ഡ് ബുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ടാഗൊക്കെ വന്നിട്ടുണ്ട്. അഗെയിൻ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പോലെയോ റാം കെയർ ഓഫ് ആനന്ദി പോലെയോ വായിക്കപ്പെട്ടിട്ടില്ല മറന്നു വെച്ച ഹൃദയം. അപ്പോൾ തന്നെ നമ്മുടെ ആ ഗ്രോത്തിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്ത് മേലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ബാക്ക് സ്റ്റാബിങ് ഇതിനകത്തുണ്ട്. ക്രിറ്റിസിസവും ബാക്ക് സ്റ്റാബിങ്ങും രണ്ടാണേ. ക്രിറ്റിസിസം ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ക്രിറ്റിസിസം ഞാൻ എടുത്തുകൊണ്ടാണ് എത്രയും കറക്ഷൻ പറഞ്ഞത്. എനിക്കിപ്പോഴും അതിന് മുതൽക്കാതലിൻ്റെ എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി. ആ മുതൽക്കാതലിൻ്റെ ഇപ്പോഴത്തെ എഡിഷനിൽ 2 അക്ഷരത്തെറ്റുള്ളത് ഒരു വായനക്കാരി എനിക്ക് ഫോട്ടോ എടുത്ത് എന്നോട് ചോദിച്ച് അയച്ചു തരട്ടെ. ഞാൻ അയച്ചു തരാൻ പറഞ്ഞു. ഞാനത് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത പ്രിന്റിങ്ങിൽ വിട്ടത്. അപ്പം അതങ്ങനെയാണ്, നമുക്ക് കറക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, നമ്മൾ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഇടപെടുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവാറില്ലേ, നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ അയാൾ പറയുന്നത്, അതോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ, നിങ്ങളെ മോശമാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് മനസ്സിലാവില്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് പബ്ലിഷേഴ്സ് ഇതാണ് അവസ്ഥ. വിത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പൈസ തന്ന് സാധനം വാങ്ങിക്കുന്ന നല്ല ആൾക്കാരുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ടൊക്കെ നോക്കി കണ്ട് ചെയ്യുക. പിന്നെയുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് റീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ബുക്ക് റീൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുക്കിന് സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനും ബുക്ക് റീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാതെ ഞാനൊരു ബുക്കിന് റീൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എത്ര കൂടാറുണ്ട്, അല്ലെങ്കിൽ ചിലത് ഭയങ്കരമായിട്ട് കൂടും, നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അൽഗോരിതം കൊണ്ടൊക്കെ വെച്ചിരിക്കും. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ
ഇതുവരേക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബുക്ക് റീൽ ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ബുക്ക് റീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയവർ ആരും ഒന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അതായത് എൻ്റെ ഈ പുസ്തകത്തിൻ്റെ റീൽ ഞാനേ ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തിട്ടുള്ളതെല്ലാം വായനക്കാരാണ്. അപ്പോൾ ജെന്യുവനായിട്ട് വായനക്കാരുടെ റിവ്യൂ വരുന്നതാണ് നല്ലത്. ബുക്ക് റീൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്താൽ ഇറ്റ്സ് ഗുഡ്, കുറേ ആൾക്കാരിലേക്ക് എത്തും. പക്ഷേ അവരുടെ ചോയ്സിൽ ചിലപ്പോൾ നമ്മുടെ പുസ്തകം ഉണ്ടാവില്ല. നാളെ ഇതിപ്പോൾ ഒരു ഭയങ്കരമായിട്ട് സെയിൽ വെച്ച് ചെയ്ത് ആൾക്കാർ ഇത് ഭയങ്കര റഷ് ചെയ്ത് മേടിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇവരെല്ലാം റീൽ ചെയ്യും. ഇവർക്കെല്ലാം റീച്ച് വേണം, ഇവരെല്ലാം റീൽ ചെയ്യും. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലേ എന്നാൽ അവരുടെ പുസ്തകത്തിനെ കുറിച്ച് ക്രിട്ടിക്കായിട്ടാണെങ്കിൽ ഒരു റീൽ ചെയ്തേക്കാം, അങ്ങനെ ഒരു വിമർശനമായിട്ട് റീൽ ചെയ്തേക്കാമെന്ന് പോലും ആരും വിചാരിക്കില്ല. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബുക്ക് റീൽ ചെയ്യുന്ന ആരും അങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുമില്ല, മോസ്റ്റ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലാതെയും ചെയ്തു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് പേരുടെ പുസ്തകം റീലൊക്കെ പെയ്ഡ് അല്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ റീതിങ്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്യണമായിരുന്നോ, ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കുറച്ചുകൂടി ആലോചിക്കുന്നുണ്ട്. അതാണ് ബുക്ക് റീൽ ചെയ്യുന്ന ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ലേ ഔട്ട്, പേജ് സെറ്റിംഗ് അല്ലെങ്കിൽ എഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക. പിന്നെയുള്ളത് റോയൽറ്റിയാണ്. റോയൽറ്റിയെക്കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ഇത് മോസ്റ്റ്ലി എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ റോയൽറ്റി കൊടുക്കാതിരിക്കുക എന്നുള്ളതൊരു ഫാഷനാണ്. അത് ന്യൂ നോർമലാണ്. അത് കുഴപ്പമില്ലെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതായത് റോയൽറ്റി കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് ഇവിടെ അങ്ങനെയൊക്കെയാണ് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി റോയൽറ്റി എല്ലാ മാസവും പ്രോഫിറ്റ് ഷെയർ ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓതേഴ്സിന് എല്ലാ മാസവും പ്രോഫിറ്റ് ഷെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ വാലിഡേഷൻ ഇല്ല. അതെങ്ങനെയത് ഭയങ്കര വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഓതറിന് എല്ലാ മാസവും ഫസ്റ്റ് എഡിഷനിൽ അവരുടെ പുസ്തകത്തിൻ്റെ ലാഭത്തിൻ്റെ 60%, സെക്കൻഡ് എഡിഷൻ മുതൽ 25% റോയൽറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ആണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് ഇവിടെ യാതൊരു വിലയില്ല. കാരണം ഇവിടെ ബാക്കി ആരും കൊടുക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ കൊടുത്താലല്ലേ ഇരിക്കുന്നത് തെറ്റാണെന്നൊരു തോന്നൽ വരുള്ളൂ. അങ്ങനെയല്ല. ഇവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് റോയൽറ്റി ഒന്നും അതൊരു വലിയ കാര്യമൊന്നുമല്ല. എഴുത്തുകാരനായാൽ മതി, ആൾക്കാർക്ക് റോയൽറ്റി ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തോ ആണ്. അപ്പം എഗെയിൻ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വളരെ എന്താ പറയുക, മന്ത്ലി നമ്മൾ ഈ കണക്കെടുക്കുക, ആൾക്കാർക്ക് ഇത് കൊടുക്കുക എന്നുള്ളതൊരു പണി തന്നെയാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട്. കൂടുതൽ ബുക്സ് വന്നാലും നമ്മൾ ചിലപ്പോൾ എനിക്കറിയത്തില്ല, നമ്മളൊരു 3 മാസത്തേക്ക് അത് അങ്ങനെ ആക്കുമെന്ന് അറിയില്ല. എനിവേ ഇപ്പോഴത്തെ ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത് എല്ലാ മാസവും ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ, മന്ത്ലി പ്രോഫിറ്റ് ഷെയർ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എഴുത്തുകാരനാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പബ്ലിഷർ നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും റോയൽറ്റിയുടെ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിഷർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ബാക്കിയുള്ളവർക്കും കൂടി അറിയാമല്ലോ ഇവരൊക്കെ റോയൽറ്റി തരുന്നുണ്ടെന്ന്. പിന്നെ ആൾക്കാർ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്തൊരു പോയിന്റിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഭയങ്കര സ്ക്രാച്ചിങ് തുടങ്ങിയതാണ്. നമുക്ക് ഒന്നുമില്ല, നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, ചോദിച്ചാൽ ആരും പറഞ്ഞു തരത്തില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഗൂഗിൾ ചെയ്തും പുസ്തകങ്ങൾ വായിച്ചും ഒത്തിരി, അതായത് എന്താ പറയുക, PDF അങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയാണ് പബ്ലിഷിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചത്. ചോദിച്ചാൽ ആരും പറഞ്ഞു തരത്തില്ല. ദാറ്റ് അവർക്കൊരു പഠിച്ചു വരുന്നൊരു കോമ്പറ്റീറ്ററിനെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞു തരത്തില്ല. നമ്മളൊരു സ്റ്റോറി പോയി ചോദിച്ചാലും യാതൊരു രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്തുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും പോയി ചോദിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും നോ ആണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റിൻ്റെ ബുക്ക് കുറച്ചും കൂടെ വായിക്കപ്പെട്ടപ്പോഴാണ് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അതും മേജർ സ്ഥലങ്ങളല്ല, ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ എനിക്ക് കോൾ വന്ന് തുടങ്ങിയത്. അപ്പം നമുക്ക് ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടാവും ഒത്തിരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സപ്പോർട്ട് സിസ്റ്റത്തിൽ ആളുകൾ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള അറിവ് കുറവാണ്, നമുക്ക് അറിവ് പറഞ്ഞു തരാനും ആരുമില്ല, നമ്മൾ ചോദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നോ ആണ് കിട്ടുന്നതെങ്കിൽ വലിയ പാടാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചതിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളത് കേരള ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് വേണ്ടത്തൊരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ, ഓഫ്ലൈൻ സ്റ്റോറുള്ളൊരു ടീമുണ്ട്. അവിടുത്തെ മനുഷ്യൻ മാത്രമാണ് കുറച്ചുകൂടി ഒരു മാന്യമായിട്ട് നമ്മളെ പരിഗണിച്ചത്. ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും നോ തന്നെയായിരുന്നു. അപ്പോൾ ഹെൽപ്പ് ഒന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പം നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മൾ ഹൈലി റിജക്ഷൻ ഫേസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. പിന്നെ ഞാനും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഭയങ്കര ആൾക്കാർ ഇതിനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കില്ലേ. ഇതിങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, ന്യൂ ആയിട്ട് ഒരു ബുക്ക് സെല്ലിങ്ങിലേക്കോ പബ്ലിഷിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. നിങ്ങളൊരു പുതിയ എഴുത്തുകാരനാണെങ്കിൽ, നിങ്ങൾ എത്ര ഭംഗിയായിട്ട് എഴുതുന്ന ആളാണെങ്കിലും, നിങ്ങളെ അറിയാത്തൊരു ക്രൗഡിലേക്ക് നിങ്ങളുടെ പുസ്തകം എത്തിച്ച് അതിനെ മാർക്കറ്റ് ചെയ്ത് ഇപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുസ്തകം ഒരു ഹൈപ്പിൽ വരുന്ന ബുക്കാണെന്ന് ആൾക്കാർ പറയും. അല്ല, നിങ്ങളുടെ പുസ്തകം സ്വാഭാവികമായിട്ട് വായിക്കപ്പെടുകയാണെങ്കിൽ കുറേ കാലം എടുത്ത് വായിക്കപ്പെടും. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ച് വേണം ഇതിലേക്ക് വരാനായിട്ട്.
പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ പുസ്തകത്തിന്റെ ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് നിങ്ങളുടെ പുസ്തകം എത്ര പെട്ടെന്ന് എത്തി എന്നനുസരിച്ചിരിക്കും ഈ ഒരു സംഗതി വർക്കായി കിട്ടാനായിട്ട്. ആൻഡ് അഗെയിൻ പല പുതിയ എഴുത്തുകാരിലും എനിക്ക് പേഴ്സണലി ആൾക്കാരോട് ഇടപെട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ മനസ്സിലായ ഒരു കാര്യം, പലരും ഫീഡ്ബാക്കുകൾ എടുക്കില്ല. ചിലരെടുക്കും, ചിലരെടുക്കില്ല. നമ്മൾ ഫീഡ്ബാക്കുകൾ എടുക്കണം, ക്രിറ്റിസിസം എടുക്കണം. പക്ഷെ തീരെ എടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, അല്ല ചേച്ചി അത് അങ്ങനെയായിരുന്നു എന്ന് പറയും. അപ്പം നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത എഡിഷനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു വായനാനുഭവം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും എന്നേ ഉള്ളൂ. അക്ഷരത്തെറ്റായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ലേഔട്ടിൻ്റെ കറക്ഷൻ ആയിരിക്കും. അതുപോലും അവർ കുഴപ്പമില്ല, അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, കറക്ഷൻ ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും കറക്ഷൻ ചെയ്യണം. എഗെയിൻ ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെയും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം പറയത്തില്ല. കാരണം ക്രിറ്റിസിസം തീരെ പറയില്ല എന്നല്ല, ഞാനിപ്പോൾ പറയും ഒരുപാട് കാലമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പുസ്തകമായിരിക്കും എന്ന് പറയും. അത്ര ഞാൻ പറയുള്ളൂ. അതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു, നമ്മൾ ഈ ആൾക്കാരോട് കാണിക്കുന്ന കൈൻഡ്നെസ് ഒന്നും അവർ നമ്മളോട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പുസ്തകത്തിനെ, നമ്മളിപ്പോൾ അവരുടെ പുസ്തകം വായിച്ചിട്ട് നല്ല പുസ്തകമാണ്, ഒരു 1 ടൈം റീഡിനെങ്കിലും ഉണ്ട് എന്ന് പറയുന്നിടത്ത് അവർ നമ്മുടെ പുസ്തകം പൊക്കി കാണിച്ചിട്ട് ഒരു കാശിന് കൊള്ളില്ലാന്നാക്കും. ഇതേ എന്താ പറയുക, ഒരു മ്യൂച്വൽ ഒരു സപ്പോർട്ട് ചെയ്യേണ്ട സിസ്റ്റം നമ്മളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്നറിയില്ല. എനിവേ, ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ആളുകളോട് കൈൻഡ് ആയിരിക്കുന്നിടത്തോളം ആളുകൾ നമ്മളടുത്ത് അത്രയും കൈൻഡൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ് ഞാൻ വിചാരിക്കുന്നത്, ഇനി ഏത് പുസ്തകം എടുത്താലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടെന്ന് തന്നെ പറയാം. അത് ആ പുസ്തകത്തിന്റെ സെയിൽസിനെ ബാധിക്കുമായിരിക്കും, മോശമായിട്ട് ബാധിക്കുമായിരിക്കും. നമ്മൾ അത്രയും കെയർ ഒന്നും അതിൽ കൊടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കാര്യത്തിൽ ആരും അങ്ങനെ കെയർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു ട്രൂത്താണ്. ഇപ്പോൾ ജയമോഹൻ്റെ ആന ഡോക്ടർ നല്ല പുസ്തകമാണ്, വായിക്കാൻ നല്ല പുസ്തകമാണ്, നല്ല ഒരു എന്താ പറയുക, മാതൃഭൂമി ബുക്സിൻ്റെ പുസ്തകമാണ്, വളരെ എക്കണോമിക്കലാണ്, അഫോർഡബിൾ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ 100 സംഭാഷണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷെ എനിക്ക് വായിച്ചു വന്നപ്പോൾ തോന്നിയ ഒരു പ്രശ്നം, ഇതിനകത്ത് ചെറ്റ എന്നുള്ള വാക്ക് അതൊരു ജാതീയമായിട്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണല്ലോ. ആ വാക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല, കാരണം ഇതൊരു നല്ല പുസ്തകമാണല്ലോ, ഇതൊരു നല്ല വായനയാണ്. അപ്പോൾ അതിനകത്ത് ഇത് പറയേണ്ടതില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് ഫോർ എക്സാമ്പിൾ, സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ ഒരുപാട് ബുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റീൽ ചെയ്ത് ഞാനും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്, നല്ല പുസ്തകമാണ്, വായന ഓക്കെയാണ്. പക്ഷേ ഈ അടുത്ത് അലീന എന്ന് പറയുന്നൊരു ദളിത് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റ്, അവർ അതിനകത്തിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ ഭാഗത്ത് കാസ്റ്റിനെ ഉപയോഗിച്ചിരിക്കുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിനെ ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞതിന് ശേഷം അത് നോക്കിയപ്പോൾ എനിക്കതിനകത്ത് ശരിയുണ്ടെന്ന് തോന്നി, അത് ശരിയാണെന്ന് തോന്നി. യൂഷ്വലി ഞാനത് പറയില്ല, കാരണം നമ്മൾ അതിനകത്ത് അത് പറയേണ്ടതുണ്ട്. ഒരു നല്ല പുസ്തകമല്ലേ, നമുക്ക് ഇത്രയും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടോ എന്ന് തോന്നുമായിരുന്നു. ഞാനിതൊക്കെ കാണാറുണ്ടായിരുന്നു താനും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അതൊക്കെ പറയാമെന്ന്. സെഡോറയുടെയൊക്കെ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. യൂഷ്വലി ഞാനിത് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് വായനക്കാർക്ക് ഒരു നല്ല പുസ്തകം എന്ന് പറഞ്ഞ് പറയുകയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ അതൊന്നും നോക്കാനില്ലെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കൈൻഡായിട്ട് ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. സോ ഓണസ്റ്റ് ഒപ്പീനിയൻ ആയിട്ട് ഇനി എന്താ പറയുക, സ്പിറ്റ് ദ ട്രൂത്ത് ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയുക. എൻ്റെ തൊണ്ട തീരെ ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നുന്നു, ഒത്തിരി പുഷ് ചെയ്താ പറയുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ ഈ സീസണിൻ്റെ പനി? അത് കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ആയതാണ്. അപ്പം എനിവേ, വീഡിയോ യൂസ്ഫുൾ ആയോ എന്ന് എനിക്കറിയത്തില്ല. ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിലും കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരുപാട് ബുക്സ് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇന്ന് എൻ്റെ തൊണ്ട താങ്ങുമോ എന്നറിയത്തില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ റിവ്യൂ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഇടുന്നതായിരിക്കും. Thank you. Bye.